ഈവനിങ് ബിഗ് മാർട്ടിൽ സാധനം വാങ്ങിക്കാൻ പോയപ്പോഴേക്കുമാണ് പെട്ടെന്ന് ഇതെന്റെ കണ്ണിലുടക്കിയത്. അപ്പൊ തന്നെ ഞാനിതിങ്ങ് എടുത്തു. നമ്മുടെ ലെഗോൺ ചിക്കൻ ഇല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന്. പിന്നെ വന്ന പാടെ മടി കൊണ്ട് നേരെ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ഞാനിതിങ്ങെടുത്ത് കഴുകി വൃത്തിയാക്കി എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി. കഴുകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത്, അത് രണ്ടൂന്ന് വട്ടം നല്ല രീതിക്ക് തന്നെ വിനാഗിരിയും ഉപ്പും ഒക്കെ ഇട്ട് നല്ല രീതിക്ക് തന്നെ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. 2 വട്ടം അല്ല കേട്ടോ, 2-3 വട്ടം കഴുകിയെടുത്തു. പക്ഷെ നമ്മൾ ഉപ്പും വിനാഗിരി ഇട്ടിട്ടാണ് കഴുകിയെടുത്തത്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും പിന്നെ വിനാഗിരി ഒഴിക്കുന്നത് ഈ ലഗോൺ ചിക്കൻ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. ഇത് വേവാൻ കുറച്ച് പാടാണല്ലോ. അതുകൊണ്ട് 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മളിത് മാരിനേറ്റ് ചെയ്തെടുക്കണം. മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ഇത് ഉടനെ തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 6 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. പിന്നെ ഓരോ കുക്കറിന്റെ അനുസരിച്ച് വ്യത്യാസം വരാം. ഇപ്പൊ 6 വിസിലായപ്പോ തന്നെ എനിക്ക് ചിക്കൻ നല്ല രീതിക്ക് തന്നെ വെന്തിട്ടുണ്ട്. ചിക്കൻ വെന്തോന്ന് അറിയുന്ന അതിന്റെ ലെഗ് പീസിന്റെ അവിടെ നിന്ന് ആ ദശയൊക്കെ വിട്ട് വരുന്ന ആ പരുവില്ലേ, അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ചിക്കൻ വെന്തോന്ന്. പിന്നെ ഇനി നമുക്ക് വേണ്ടിയത് ഇതിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു 12 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ പച്ചമുളക്, അതൊരു 5 പച്ചമുളക് എടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഈ ഒരു പരുവത്തിന് നമുക്കിതെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് സവോളയൊക്കെ വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ചെറിയ സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണിയുടെ ടേസ്റ്റേ മാറിപ്പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പൊ നമ്മുടെ സവോള എല്ലാം നല്ല രീതിക്ക് തന്നെ ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്റെ റൈസൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഇനി അതുണ്ടെങ്കിൽ നിങ്ങൾ സമയം അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് കാഷ്യൂനട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. അടുത്തായിട്ട് നമുക്ക് ഈ ബിരിയാണിയുടെ റൈസ് ഒന്ന് കഴുകി വൃത്തിയാക്കണം. ഞാനിവിടെ 2.5 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തേക്കുന്നത്. ഇവിടെ ഏട്ടന് ബസ്മതി റൈസ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇത് എടുത്തേക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ജീരകശാല റൈസ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇപ്പൊ ഞാൻ അരി വേവിക്കാനുള്ള വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടാകുമ്പോഴേക്കും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും ഒരു 5 ഏലക്കയും ഒരു 4 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരി ഒരുപാട് നേരം വെള്ളത്തിലൊന്നും കുതിരാൻ വെക്കേണ്ട കാര്യമില്ല. നമുക്ക് കഴുകി വൃത്തിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് ചോറിന് നല്ലൊരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പൊ നമ്മുടെ അരി ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ കോരി മാറ്റാം. ഇനി അടുത്തായിട്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ സവോള വറുത്ത അതേ എണ്ണ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സവോള നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതൊന്ന് പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടി ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പൊ സവോള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ മീഡിയം വലുപ്പത്തിലുള്ള 3 തക്കാളിയാണ് എടുത്തേക്കുന്നത്. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 2 തക്കാളിയെങ്കിലും വേണ്ടി വരും. ഇനി ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടാൻ വേണ്ടി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇപ്പൊ അങ്ങനെ എല്ലാം നന്നായിട്ട് വഴന്നു വന്ന് ഇനി ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 പിടി പുതിനയിലയും 1 പിടി തന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ബിരിയാണിക്ക് ഒരു നല്ല ടേസ്റ്റ്, ആ മസാല ഗ്രേവിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഇത് ഒഴിവാക്കാതിരിക്കാൻ നോക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര്, കുറച്ച് പുളിയോട് കൂടിയ തൈര് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിലേക്ക് ഒഴിച്ച വെള്ളവും ആ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം എല്ലാം കൂടി ഉണ്ട്. ഈ വെള്ളം മാത്രം മതി. ഇനി നമ്മൾ ഇതിലേക്ക് അഡീഷണൽ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നമുക്ക് ഈ ഗ്രേവിയിൽ ഇരുന്ന് ഈ ചിക്കൻ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി ഈ സമയം ഉപ്പ് പോരാൻ തോന്നുവാണെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്.
ദാ ഇപ്പൊ നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതാ ഇപ്പൊ ഗ്രേവി എല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിന് ദം ചെയ്യാനായിട്ടുള്ള പരിപാടികളെല്ലാം തുടങ്ങാം. ഞാനിവിടെ റൈസ് 2 ലെയറായിട്ടാണ് ദമ്മിട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ ലെയർ അതായത് നമ്മൾ എടുത്തേക്കുന്ന റൈസിന്റെ ഹാഫ് പോർഷൻ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഒത്തിരി അങ്ങോട്ട് നിറച്ച് അതായത് മിക്സ് ചെയ്ത് കുത്തി നിറയ്ക്കാതിരിക്കാനായിട്ട് നോക്കണം. ആദ്യത്തെ ലെയർ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് നമ്മൾ പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതാണ് നമ്മൾ ബിരിയാണിക്ക് ഒരു യെല്ലോ കളർ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും പിന്നെ കാഷ്യൂ നട്ട്സ് ഒക്കെ ഇല്ലേ അതും ഇതിന്റെ മുകളിലേക്ക് അങ്ങിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നെയ്യ് ഇട്ട് കൊടുക്കുക. ഒരു കുറച്ച് നെയ്യ്. ഈ സമയമാണ് ഞാൻ ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഫ്രൈ ചെയ്തതും എല്ലാം നമ്മുടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. അതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഒരുപാട് നെയ്യ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ലെഗോൺ ചിക്കൻ ബിരിയാണിക്ക് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇനി രണ്ടാമത്തെ ലെയറായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ എഗെയിൻ ഈ സെയിം ഇത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. റൈസ് ഇട്ട് കൊടുക്കുക. അതിന്റെ മേളിലേക്ക് കളറിന് വേണ്ടിയിട്ട് നമ്മുടെ മഞ്ഞപ്പൊടിയും പാല് മിക്സ് ചെയ്തില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ബാക്കിയെല്ലാം സെയിം റിപ്പീറ്റ് തന്നെ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നെയ്യ് ചേർത്ത് തന്നെ സവോള വറുക്കും കാഷ്യൂനട്ടൊക്കെ വറുക്കുകയും ചെയ്യാം. പക്ഷെ നമുക്ക് ഈ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് മടുക്കുന്നതിനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് നെയ്യ് ചേർക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് സൺഫ്ലവർ ഓയിലിൽ തന്നെ കുക്ക് ചെയ്തതിന് ശേഷം ഈ അവസാനം നമ്മൾ ദം ഇടുന്നൊക്കെ സമയത്ത് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഈ ബിരിയാണി ഒന്നും പെട്ടെന്ന് മടുക്കത്തുമില്ല. അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ അങ്ങനെ നമ്മൾ സവോളയും വറുത്തതും പിന്നെ കാഷ്യൂനട്ടും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ഇതിന്റെ മുകളിലേക്ക് കുറച്ചും കൂടെ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇത് ഒട്ടും തന്നെ എയർ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഫോയിൽ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മൈദ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ദം ചെയ്യാന്നാണ്. അതിന്റെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. പക്ഷെ അതാവുമ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എനിക്ക് അതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് പക്ഷെ അതാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ ഒതന്റിക് ആയിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. മൈദ മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ സൈഡ് വശത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അത് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് പിന്നെ പൊളിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പണി ചെയ്യുന്നത്. ഇതാകുമ്പോൾ കുറച്ച് എളുപ്പപ്പണിയാണല്ലോ. നമ്മൾ പൊതുവെ എളുപ്പപ്പണിയാണല്ലോ നോക്കുന്നത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്കിത് ദം ചെയ്തെടുക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം വേണം ഇത് തുറന്നു നോക്കാൻ. ഇപ്പൊ നമ്മുടെ ബിരിയാണിയൊക്കെ ഏകദേശം 20 മിനിറ്റിന് ശേഷം നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതാ ഇപ്പൊ നല്ല രീതിക്ക് തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കാതിരിക്കാൻ നോക്കണം. നമ്മൾ അടിയിൽ നിന്ന് പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി അങ്ങനെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലാതെ എല്ലാം കൂടി ഇട്ട് കുത്തി ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ അടിയിൽ കിടക്കുന്ന ചിക്കനൊക്കെ വല്ലാതെ അങ്ങ് പൊടിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ, നമ്മുടെ ലെഗോൺ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പൊ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ മിക്ക വീട്ടുകളിലും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പൊ എപ്പോഴും ഈ സാധാ ചിക്കൻ ബിരിയാണി തന്നെ വെക്കാതെ ഇതുപോലെ ലെഗോൺ ചിക്കൻ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. നമ്മൾ സാധാ ബിരിയാണിയേക്കാളൊക്കെ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ് ഈ ലെഗോൺ ചിക്കൻ ബിരിയാണിക്ക്. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.